അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജാണ്. ഞാൻ സ്ഥിരം ഒരു കണ്ടൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു വ്ലോഗായിട്ടോ വന്നതല്ല ഇത്. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത്, പ്ലസ് പോയത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലം നമ്മുടെ പറളയിൽ നിന്ന് NH കയറുന്നത്, നമ്മുടെ കൊച്ചി NH കയറുന്ന കുഴമന്നത്തേക്കുള്ള റൂട്ടിലാണ്. മാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. സമയത്തുള്ളൂ 2 ആഴ്ച ഞാൻ ഫാമിലിയായിട്ട് കൊച്ചിയിൽ പോയി വരുന്ന സമയത്ത് രാത്രി ഒരു 2 മണിയാകുമ്പോൾ ശരിക്കും ഭയങ്കര പേടിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. കാരണം അത്യാവശ്യം രാത്രി 2:30 ആ റോട്ടിൽ ആരുമില്ല, വെളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് വണ്ടിയിൽ അത്രത്തോളം സ്പീഡിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ കാണുന്ന ഈ സ്ഥലത്തുനിന്ന് പെട്ടെന്നൊരു, അതായത് ഞാൻ ആ സ്പീഡിൽ കണ്ടത് ചുവപ്പ് സാരിയും ഒരു വെളുത്ത ശരീരവും മുടി മാത്രമാണ്. ശരിക്കും പേടിച്ചു. കാരണം അറ്റ് എ ടൈം നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് പ്രേതമാണെന്ന് നമുക്ക് വിചാരിച്ചു. കാരണം അത്രയും ഇതായിട്ടാണ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയത്. ഈ കാണുന്ന ഈ റൂട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുക ചെയ്തത്. സോ അത് പിന്നെ ഞാൻ അത്രയും പേടിച്ച് ഞാൻ അച്ഛനോട് ഞാൻ നിർത്തട്ടെ ചോദിച്ചപ്പോൾ അച്ഛൻ വേണ്ട, വീട് കുഴപ്പമില്ല, അത് ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിട്ടു. പക്ഷെ എനിക്ക് ആ ഒരു ഷോക്ക് ഒരു 2 ദിവസം മാറിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഒരു കമ്പനിക്കാരുണ്ട്, അവനെ വിളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവനാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഇവിടെ കിടന്നിങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ ഇവിടെ ഉണ്ട്, അപ്പോൾ അവരായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനും അത് അങ്ങനെ വിട്ടു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ സമയത്ത് നമ്മളിങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ ട്രാൻസ് ഇങ്ങനെ പുറത്തിറങ്ങി നമ്മളെ പേടിപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ ഡ്രൈവിംഗ് കാര്യങ്ങൾ സ്ലിപ്പാകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയ ആരും ഇതിന് ഉത്തരവാദിയല്ല. പ്ലസ് പോരാതെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം 2 ദിവസം മുന്നേ ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഏതോ കാറിൽ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളിനെ, അങ്ങനെ ഒരു ന്യൂസ് കേട്ടു, ഒറ്റയ്ക്ക് പോകുന്ന ഒരാളുടെ ട്രാൻസ്ഫർ 4 പേര് കൂടിയിട്ട് തടഞ്ഞിട്ട് പണവും പൈസയും കാര്യങ്ങളെല്ലാം ഇതാക്കിയെന്ന് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അതും കൂടി കേട്ടതുകൊണ്ടാണ് അതെല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. സോ രാത്രി ഫാമിലിയായിട്ട് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. പക്ഷേ ആ ശ്രദ്ധിക്കാവുന്നതിന് പകരം എനിക്ക് പറയാനുള്ളത്, ഇത് അധികാരപ്പെട്ടവർ, അതായത് പോലീസാണെങ്കിലും ആരാണെങ്കിലും പെട്രോളിംഗ്, അവരിത് അന്വേഷിക്കണം. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല. പക്ഷേ ഇത് ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, ആണുങ്ങൾ വേഷം കിട്ടിയിട്ടുള്ളതാണ് കൂടുതൽ. പാലക്കാട് കൂടുതലായി കണ്ടുവരുന്നതും കേരളത്തിൽ ഉടനീളമുള്ളതും ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ വേഷം കിട്ടിയിട്ടാണ്. സോ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ID കാർഡ് കാര്യങ്ങൾ അത് പോലീസിന് പരിശോധിക്കാം. പോലീസ് അതിന് തയ്യാറാവുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പലരും ഞാൻ പോലീസ് തയ്യാറാവുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായാൽ ആരെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അവരിനെ കണ്ടാൽ തിരിച്ചറിയില്ല, എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക രാത്രി പുറത്തിറങ്ങുന്ന സമയം. കാരണം ഫാമിലിയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആരും വണ്ടി നിർത്തരുത്. മാക്സിമം ആളുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, വെളിച്ചെള്ളോടെ പോയി നിൽക്കുക. കാരണം ഇതിപ്പോൾ കേരളത്തിൽ മാത്രം ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പാലക്കാടാണെങ്കിലും ഞാൻ കൊച്ചിയിൽ പോയി നിന്നപ്പോഴും ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മാനേജ് ചെയ്തു. പക്ഷെ ഇത് സ്വന്തം നാട്ടിൽ നിങ്ങളൊരു സംഭവം ഉണ്ടായപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഷോക്കഡായി. സോ എല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്കാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. കാരണം ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്തവരുണ്ടാവും, അവർ പറയാൻ മടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതുകൊണ്ടോ ഒക്കെ വിട്ടുപോയതായിരിക്കും. സോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അധികാരപ്പെട്ടവരിൽ എത്തിക്കുക. പെട്രോളിംഗ് കാര്യങ്ങൾ ശക്തമാക്കുക. ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ എല്ലാ വാല്യൂവും എല്ലാ റൈറ്റ്സും വേണം. പക്ഷെ അതേത് വേഷം കിട്ടിയിട്ട് നിൽക്കുന്ന പരിപാടി എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കരുത്. അത് മാക്സിമം ഗവൺമെൻറ്റും പോലീസുകാരും അത് നോക്കുക. ഓക്കെ, താങ്ക് യു.